കാർഷിക വാർത്തകൾ. ഇറക്കുമതി തീരുവ കുറച്ചിട്ടും വെളിച്ചെണ്ണ വില കുറഞ്ഞില്ല. കൊച്ചിയിൽ റെക്കോർഡ് വില. കാർഷിക മേഖല പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നു. റബ്ബർ വിപണിയിൽ ഉണർവില്ല. വിദേശ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി തീരുവ കുറച്ചിട്ടും വെളിച്ചെണ്ണ വില വർദ്ധിച്ചു. പച്ചത്തേങ്ങ, കൊപ്ര ക്ഷാമം രൂക്ഷമായതിനാൽ ദക്ഷിണേന്ത്യൻ മില്ലുകാർ വെളിച്ചെണ്ണ വില ഉയർത്തുകയാണ്. കൊച്ചി ടെർമിനൽ വിപണിയിൽ ഈ വാരം എണ്ണവില കിൻഡലിന് 900 രൂപ വർദ്ധിച്ച് റെക്കോർഡായ 31,100 രൂപയായി. അതേസമയം തമിഴ്നാട്ടിൽ കഴിഞ്ഞ വാരത്തിലെ അതേ നിലവാരത്തിൽ തുടരുന്നു. കയറ്റുമതിക്കാരും അന്തർ സംസ്ഥാന വ്യാപാരികളും ഏലക്ക ലേലത്തിൽ സജീവമാണ്. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 42,106 കിലോ ഏലക്ക വന്നതിൽ 41,335 കിലോയും ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോ 3,064 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,343 രൂപയിലുമാണ്. തെളിഞ്ഞ കാലാവസ്ഥ കണക്കിലെടുത്താൽ മാസാന്ത്യത്തോടെ പുതിയ ഏലക്ക വിൽപ്പനയ്ക്ക് ഇറങ്ങി തുടങ്ങും. കാർഷിക മേഖല പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചതിനാൽ റബ്ബർ വിപണിയിൽ കാര്യമായ ചലനം ദൃശ്യമായില്ല. സംസ്ഥാനത്തെ മുഖ്യ വിപണികളിൽ ഷീറ്റ്, ലാറ്റക്സ് വരവ് കുറഞ്ഞ അളവിലായിരുന്നു. ഇതിനിടയിൽ കാലാവസ്ഥ തെളിഞ്ഞത് മുൻനിർത്തി റബ്ബർ മരങ്ങളിൽ റെയിൻ ഗാർഡ് ഒരുക്കുന്ന തിരക്കിലാണ് ഒരു വിഭാഗം കർഷകർ. നിലവിലെ കാലാവസ്ഥ കണക്കിലെടുത്താൽ ജൂൺ രണ്ടാം പകുതിയിൽ റബ്ബർ വെട്ട് പുനരാരംഭിക്കാനാവുമെന്ന നിഗമനത്തിലാണ് ഉൽപാദകർ. RSS 4 ഗ്രേഡ് റബ്ബർ 19,700 രൂപയിൽ സ്റ്റഡിയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രകൃതി സംരക്ഷണത്തിനൊപ്പം വ്യക്തികളുടെ സാമ്പത്തിക ഉന്നതിയും ലക്ഷ്യമിട്ട് ട്രീ ബാങ്കിംഗ് പദ്ധതിയുമായി വനം വകുപ്പ്. സ്വകാര്യ ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അത് പരിപാലിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതുമാണ് പദ്ധതി. സ്വകാര്യ വ്യക്തികൾക്ക് തങ്ങളുടെ ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും അവ പരിപാലിക്കുന്നതിനും വനം വകുപ്പ് വൃക്ഷത്തൈകളും സാമ്പത്തിക സഹായവും നൽകുന്ന പദ്ധതിയാണ് ട്രീ ബാങ്കിംഗ് പദ്ധതി. വൃക്ഷത്തൈകളുടെ പരിപാലനത്തിന് വായ്പ നൽകുന്ന പദ്ധതിയാണിത്. തൈകൾക്ക് 3 വർഷം മുതൽ 15 വർഷം വരെയാണ് വായ്പ നൽകുന്നത്. 15 വർഷത്തിന് ശേഷം മരം ഉടമ വെട്ടിവിൽക്കുമ്പോൾ വായ്പാത്തുക തിരിച്ചടച്ചാൽ മതിയാകും. ഇതിന് പലിശയില്ല. സംസ്ഥാനത്ത് സ്വകാര്യ ഭൂമികളിൽ മരങ്ങളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാനാണ് പദ്ധതിയിലൂടെ വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാർബൺ ന്യൂട്രൽ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ട്രീ ബാങ്കിംഗ് ആവിഷ്കരിച്ചത്. വനം വകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചന്ദനം, തേക്ക്, ഈട്ടി, മഹാഗണി, വെള്ളമരുത്, ആഞ്ഞിലി, കുമ്പിൾ, കരിമരുത്, കമ്പകം, വെൺതേക്ക്, വേപ്പ്, ഐനി, മാവ്, പ്ലാവ് തുടങ്ങി വിവിധ മരങ്ങളാണ് പദ്ധതി പ്രകാരം വനം വകുപ്പ് വിതരണം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. പ്രകൃതിദത്ത റബ്ബറിന്റെ ദേശീയവും അന്തർദേശീയവുമായ വില വിവരങ്ങൾ ഉൾപ്പെടുത്തി ക്രിസ്പ് മൊബൈൽ ആപ്പ് പരിഷ്കരിച്ചു. ഷീറ്റ് റബ്ബർ, റബ്ബർ പാൽ, ഒട്ടുപാൽ, ബ്ലോക്ക് റബ്ബർ തുടങ്ങി വിവിധ ഗ്രേഡുകളുടെ വിലയും ആപ്പിൽ ലഭ്യമാണ്. ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചാണ് ആപ്പ് വികസിപ്പിച്ചെടുത്തത്. മികച്ച കാർഷിക രീതികൾ, വെബ് GIS ടെക്നോളജി, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നിവ സംയോജിപ്പിച്ചിട്ടുള്ളതാണ് ക്രിസ്പ്. റബ്ബർ കൃഷിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ആപ്പിലൂടെ ലഭ്യമാണ്. പ്രദേശാനുസൃതമായ റബ്ബർ ഇനങ്ങൾ, വളപ്രയോഗ ശുപാർശകൾ, രോഗ കീട നിയന്ത്രണ മാർഗങ്ങൾ, റബ്ബർ ടാപ്പിംഗ്, സംസ്കരണ വിവരങ്ങൾ തുടങ്ങി കർഷകർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന വിവരങ്ങൾ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റബ്ബർ ഉൽപാദക സംഘങ്ങൾ, സമൂഹ സംസ്കരണശാലകൾ, റബ്ബർ ബോർഡ് ഓഫീസുകൾ, നഴ്സറികൾ തുടങ്ങിയവയെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ ആപ്പിൽ ലഭ്യമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, പ്രളയം എന്നിവയുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളും അവിടെ സ്വീകരിക്കേണ്ട കൃഷിമുറകളും ആപ്പിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകർക്ക് പ്രതീക്ഷ നൽകി റബ്ബർ വിലയിൽ ഉണർവ്. RSS 4 ഗ്രേഡിന് കിലോയ്ക്ക് 196 രൂപയിൽ നിന്ന് 198 രൂപയായി ഉയർന്നു. റബ്ബർ ഷീറ്റിനൊപ്പം ലാറ്റക്സ് വിലയും ഉയരുകയാണ്. ലാറ്റക്സ് വില ഇപ്പോൾ 200-ന് മുകളിലാണ്. മഴയായതിനാൽ ഉൽപാദനം കുറഞ്ഞതാണ് വിലയിൽ ഉണർവിന് വഴിയൊരുക്കിയത്. വില ഉയർന്നു നിൽക്കുമ്പോൾ വിപണിയിൽ ആവശ്യത്തിന് സ്റ്റോക്കില്ലെന്ന പ്രശ്നമുണ്ട്. തായ്ലൻഡ്, ഇന്തോനേഷ്യ പോലുള്ള റബ്ബർ ഉൽപാദക രാജ്യങ്ങളിൽ മഴ ശക്തമായതും ഉൽപാദനം കാര്യമായി മെച്ചപ്പെടാത്തതും ആഭ്യന്തര വിപണിക്ക് ഗുണകരമായി. വ്യാപാരികൾക്ക് ഷീറ്റ് കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ റബ്ബർ വില ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്ക്.
എന്നാൽ 3 ദിവസത്തെ അവധിക്ക് ശേഷം തുറന്ന ബാങ്കോക്ക് വിപണിയിൽ ബുധനാഴ്ച 10 രൂപയാണ് ഇടിഞ്ഞത്. RSS 4 റബ്ബർ വില 198 നിന്ന് 188 കുറഞ്ഞു. ചൈന വിപണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് പെട്ടെന്നുള്ള വിലയിടിവിന് കാരണമായി പറയുന്നത്. വിലയിടിവ് ഇനിയും തുടർന്നാൽ അത് ആഭ്യന്തര വിപണിയെ ബാധിച്ചേക്കാമെന്നും ആശങ്കയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വനിതാ സ്വയം സഹായ സംഘങ്ങൾ, സഹകരണ സംഘങ്ങൾ, സംരംഭകർ, കർഷക സംഘങ്ങൾ എന്നിവർക്ക് പവർ ട്രില്ലർ, ട്രാക്ടർ, കൊയ്ത്തുമെതി യന്ത്രം, നടീൽ യന്ത്രം തുടങ്ങിയ കാർഷിക യന്ത്രങ്ങൾക്ക് നിബന്ധനകൾക്ക് വിധേയമാക്കി സാമ്പത്തിക ആനുകൂല്യം ലഭിക്കും. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 197, RSS 5 193, ലാറ്റക്സ് 140, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോ പരിപ്പ് 320, കുരുമുളക് ഗാർബിൾ 68,900, കുരുമുളക് അൺഗാർബിൾ 66,900, ഏലക്ക 2100 മുതൽ 2200 വരെ, വെളിച്ചെണ്ണ 31,100, കൊപ്ര 21,300, ചുക്ക് 22,500.